സ്വർഗസ്ഥനായ പിതാവേ, അവിടുത്തെ രാജ്യം വരേണമേ. നാം തിരുസഭയിലാണ് എന്ന് നാം പറയുമ്പോൾ പരിശുദ്ധാത്മാവ് നമ്മിൽ വസിക്കുന്നു എന്നാണ്. പരിശുദ്ധാത്മാവ് നമ്മിൽ വസിച്ചുകൊണ്ട് നമ്മളെ നയിക്കുമ്പോഴാണ് നാം തിരുസഭയിലായിരിക്കുക. മാമോദീസ നമ്മൾ സ്വീകരിച്ചത് കൊണ്ടാണ് നാം തിരുസഭയിലായിരിക്കുക എന്ന് പറയുന്നത്. മാമോദീസ അത് സാക്രമെന്റ് ഓഫ് ഇനീഷ്യേഷൻ എന്ന് പറയുമ്പോൾ ആദ്യമായി നമ്മൾ സ്വീകരിച്ച കുദാശയാണ് മാമോദീസ. അത് ഒരിക്കൽ മാത്രമേ സ്വീകരിക്കുകയുള്ളൂ. ദൈവത്തിൻ്റെ ആത്മാവ് ഒരിക്കൽ നമ്മിലേക്ക് വന്ന പരിശുദ്ധാത്മാവ്, ദൈവാത്മാവ് നമ്മുടെ ആത്മാവിനോട് ചേർന്ന് വസിക്കുന്ന ഒരു ജീവിതമാണ് നമ്മുടെ ഈ ഭൂമിയിലെ ജീവിതം, ഒരു വിശ്വാസിയുടെ ജീവിതം. അതെല്ലാ മനുഷ്യരിലും ദൈവത്തിൻ്റെ ആത്മാവെന്ന് വസിച്ചുകൊണ്ട് എല്ലാ മനുഷ്യരെയും ദൈവം നയിക്കുവാൻ, അതാണ് ദൈവരാജ്യം. എല്ലാ ഹൃദയങ്ങളിലും ദൈവത്തിൻ്റെ ആത്മാവ് ദൈവം പറയുന്നത് പോലെ പ്രവർത്തിക്കാൻ. ഒറ്റ വാക്കിൽ പറഞ്ഞാൽ ഇന്നലെയൊക്കെ ചിന്തിച്ച ജ്ഞാനം, ദൈവിക ജ്ഞാനം. ഇന്നും പരിശുദ്ധാത്മാവ് ആഗോള സഭയിലെ തിരുവചനങ്ങളിലൂടെ നമ്മളെ ഓർപ്പിക്കുന്നത് നമ്മുടെ ഉള്ളിൽ പരിശുദ്ധാത്മാവ് ഉണ്ടെന്ന് ആദ്യം നമ്മൾ വിശ്വസിക്കണം. പൗലോസ്ലീഹ ചോദിക്കുന്നില്ലേ, നിങ്ങൾ ദൈവത്തിൻ്റെ ആലയങ്ങളാണെന്നും ദൈവത്തിൻ്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നു എന്നും നിങ്ങൾ അറിയുന്നില്ലേ? നമ്മുടെ കുഴപ്പം നമ്മൾ അറിയുന്നില്ല. പലപ്പോഴും നമ്മളുടെ ജീവിതം നമ്മുടെ സ്വന്തം ഇഷ്ടപ്രകാരം പരിശുദ്ധാത്മാവുമായിട്ട് യാതൊരു ആലോചനയില്ല. അല്ല, നമ്മളൊരു വീട്ടിൽ താമസിക്കുമ്പോൾ വീട്ടിലുള്ള എല്ലാവരുമായിട്ട് പലതും ആലോചിക്കാറുണ്ടല്ലേ? ആലോചിച്ചില്ല, വലിയ പ്രശ്നമാണ്. എല്ലാവരുമായിട്ട് സംസാരിച്ച് ആലോചിച്ച് കാര്യങ്ങൾ തീരുമാനം എടുക്കുന്നത്. അപ്പം ദൈവത്തിൻ്റെ ആലോചന നമുക്ക് നൽകുന്നത് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവാണ്. അല്ലെ, നമ്മുടെ ശരീരത്തെയും മനസ്സെയും കീഴ്പ്പെടുത്താൻ എപ്പോഴും ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ദുഷ്ടാരൂപി നമ്മളെ പല കാര്യങ്ങളും ഉപദേശിക്കുമ്പോൾ നമ്മൾ അറിയാതെ ദുഷ്ടാരൂപിയുടെ പ്രേരണയിൽപ്പെട്ട് നാശത്തിൻ്റെ വഴിയെ പോകാൻ, തകർച്ചകളും പ്രശ്നങ്ങളും എല്ലാം, ലോകത്തിൽ എന്തെല്ലാം ബുദ്ധിമുട്ടുണ്ട്, അതെല്ലാം ദുഷ്ടാരൂപിയുടെ സ്വരം കേട്ടുകൊണ്ട് നമ്മൾ അറിയാതെ പോയതാണ്. അവിടെയാണെന്ന് പരിശുദ്ധാത്മാവ് നമ്മളോട് പറയുന്നത്. നമ്മുടെ ഉള്ളിൽ പരിശുദ്ധാത്മാവ് വ്യത്യസ്തമായ രീതിയിലാണ് ഓരോരുത്തരിലും, അല്ലേ? നമുക്ക് പരിശുദ്ധാത്മാവിനെ തൊട്ടു നോക്കാൻ അറിയില്ല, കണ്ണുകൊണ്ട് കാണാൻ. അല്ല, ആത്മീയ വ്യക്തിയാണ്, ഒരു ആത്മീയ വ്യക്തിത്വം, ഒരു പേഴ്സണാലിറ്റിയാണ്, ഒരു പേഴ്സൺ തന്നെയാണ് പരിശുദ്ധാത്മാവ്. കാരണം നമുക്കറിയാം 3 വ്യക്തികളെന്നാണ്, പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ 3 ആളുകളെന്നാണ് ദൈവത്തെക്കുറിച്ച് പറയുക. മനുഷ്യരിൽ പ്രവർത്തിക്കുന്ന, മനുഷ്യരിൽ വ്യാപരിക്കുന്ന ദൈവത്തിൻ്റെ വ്യത്യസ്തമായ മാനിഫെസ്റ്റേഷൻസ് എന്ന് ഞാൻ പറയുന്നത്. ദൈവം ഏകനാണ്. പലർക്കും അതുകൊണ്ടാണ് ഇന്ന് നമ്മൾ പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ് എന്നൊക്കെ പറയുമ്പോൾ അത് ദൈവം ഒറ്റയ്ക്കല്ല, ഏകനല്ല, പിന്നെ ഈ 3 എന്നൊക്കെ പറയുന്നു. ഒറ്റ ദൈവം പക്ഷേ വ്യത്യസ്തമായ 3 തലങ്ങളിൽ കാണപ്പെടുന്ന ഒരു ദൈവം. കാണപ്പെടാത്ത ദൈവം വ്യത്യസ്തമായ തലങ്ങളിൽ കാണപ്പെടുക എന്ന് പറയുമ്പോൾ പ്രവൃത്തികളിലൂടെ. പഴയ നിയമത്തിൽ പിതാവായ ദൈവം, യഹോവയായ ദൈവം എന്ന് അറിയപ്പെട്ടിരുന്ന ദൈവം, ഭൂമിയിലെ മനുഷ്യരുടെ പാപങ്ങൾക്ക് പരിഹാരം ചെയ്യാനായി മനുഷ്യരൂപത്തിൽ ഇറങ്ങി വന്ന ദൈവം ഭൂമിയിലേക്ക്, കാരണം ശരീരത്തിലാണ് മനുഷ്യൻ പാപം ചെയ്തത്, അതിന് പരിഹാരം ചെയ്യാൻ ഈ ഭൂമിയിൽ ആരുമില്ല, ആർക്കും സാധിക്കുമായിരുന്നില്ല. ദൈവം തന്നെ മനുഷ്യനായി വന്നുകൊണ്ട്, എന്നെ കാണുന്നവൻ പിതാവിനെ കാണുന്നു, ഞാനും പിതാവ് ഒന്നാണ്, പരിശുദ്ധാത്മാവിനെ ഞാൻ നിങ്ങൾക്ക് തരും, അവന് എന്നിൽ നിന്ന് കേൾക്കുന്നതാണ് നിങ്ങളെ പഠിപ്പിക്കുക എന്നൊക്കെ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായുള്ള ബന്ധം ഉറപ്പിച്ചുകൊണ്ടാണ് മനുഷ്യനായ ഭൂമിയിൽ വന്ന ദൈവം, മനുഷ്യനായി വന്ന യേശു ക്രിസ്തു ഈ ഭൂമിയിൽ പ്രവർത്തിച്ചു. ആ ദൈവത്തിൻ്റെ സ്നേഹവും കരുണയും മുഴുവനും വെളിപ്പെടുത്തി നമ്മളെ വിശുദ്ധീകരിച്ച് നമ്മുടെ പാപങ്ങൾക്ക് പരിഹാരം ചെയ്തുകൊണ്ട് നമ്മുടെ ആത്മാവിൽ ദൈവമെന്ന് വസിക്കാനുള്ള ഒരു യോഗ്യത യേശു നേടി. കാൽവരിയിൽ നമ്മുടെ സകല പാപങ്ങൾ, നമ്മുടെ ജഡത്തിൻ്റെ, നമ്മുടെ ശരീരത്തിൻ്റെയും മനസ്സിൻ്റെയും മേഖലകളെ അവൻ വിശുദ്ധീകരിച്ചു. അവിടെയുള്ള ആധിപത്യങ്ങളെ തകർത്തു. നമ്മുടെ ആത്മാവിൽ ദൈവമെന്ന് വസിക്കാനായുള്ളൊരു വഴി തുറന്നു. ഒരു വഴിയും ഐ ആം ദ വേ, സ്വർഗത്തിലേക്കും നമ്മുടെ ഉള്ളിലേക്ക് പരിശുദ്ധാത്മാവ് വരാനുള്ള വഴി യേശുക്രിസ്തുവിലൂടെ അല്ലാതെ ആർക്കും പരിശുദ്ധാത്മാവിനെ ലഭിക്കുകയില്ല.
യേശുക്രിസ്തുവിനെ അറിയാത്ത ഒരാൾക്ക് പരിശുദ്ധാത്മാവിനെ ലഭിക്കുകയില്ല. ഇത് വലിയൊരു മേഖലയാണ്. No one can come to the Father except through me. യേശുവിന്റെ നാമത്തിലല്ലാതെ മറ്റു ഒരുവനും രക്ഷയില്ല. ആകാശത്തിന്റെ കീഴെ ഭൂമിയിൽ മനുഷ്യരായ നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടി യേശു ക്രിസ്തുവിന്റെ നാമമല്ലാതെ മറ്റൊരു നാമവും നമുക്ക് നൽകപ്പെട്ടിട്ടില്ല എന്ന് പറയുമ്പോൾ, മനുഷ്യരുടെ പാപങ്ങളെ പരിഹരിക്കാൻ വേറൊരു നാമവും വേറൊരു മനുഷ്യനും വേറൊരു ജീവിതവും വേറൊരു ദൈവം വേറൊരു ദേവൻ ദേവി ഈ ലോകത്തിൽ മനുഷ്യന്റെ പാപത്തെ സകല മനുഷ്യന്റെയും ഏതു ജാതിയിൽപ്പെട്ടവനായാലും, അവിടെയാണ് പ്രത്യേകത. യേശുവിന് മതമൊന്നുമില്ല. നമ്മളവിടെ അറിയേണ്ട കാര്യം, യേശുവിന് മതമൊന്നുമില്ല. അവൻ മനുഷ്യവർഗത്തെ മുഴുവൻ പിതാവെ അവിടുന്ന് എനിക്ക് നൽകിയവരിൽ ഒരുവനെ പോലും അല്ലെ, ലോകത്തിലേക്ക് യേശു വന്നത് മനുഷ്യവർഗത്തെ വീണ്ടെടുക്കാനായിട്ടാണ്. ആദ്യം യഹൂദരുടെ ഇടയിൽ വന്ന് പിറന്നെങ്കിലും, യഹൂദനായിട്ട് ജനിച്ചെങ്കിലും, കർത്താവ് സ്ഥാപിച്ച സഭ ഇന്ന് ലോകമെമ്പാടും ഇല്ലേ, പൗലോസിനെയൊക്കെ അങ്ങ് വിജാതിയരുടെ അപ്പസ്തോലൻ എന്ന് യേശു തന്നെ വിളിച്ചുകൊണ്ട് പോകുക, നീ അങ്ങ് വിജാതിയുടെ അടുക്കലേക്ക്, സകല ജാതി ജനതകളും എന്നെ കുറിച്ച് അറിയാൻ. നമുക്കറിയാം. അപ്പോൾ യേശു ക്രിസ്തു വന്നത് സകല മനുഷ്യർക്കും വേണ്ടിയിട്ടാണ്. അപ്പൊ സകല മനുഷ്യരുടെയും പാപങ്ങളെ ഏറ്റെടുത്ത് നമ്മൾ സത്യം അല്ല, ദൈവം എന്ന് വിളിക്കുന്ന ഏക സത്യം ദൈവത്തെങ്കിലേക്ക് എത്തുവാനായിട്ടുള്ള വഴി തുറന്നു തന്നത് യേശുവാണ്, മറ്റാരുമല്ല, മറ്റൊരുവനല്ല. അതിനാണ് നമ്മൾ ലോകമെമ്പാടും പോയി വാശിയോടും വൈരാഗ്യത്തോടും എല്ലാ മനുഷ്യ സ്നേഹത്തോടെ നമ്മൾ പറയണം, നിങ്ങൾ യേശു നിങ്ങൾക്ക് വേണ്ടി കുരിശിൽ മരിച്ചു. യേശു സ്നേഹമാണ്. നമ്മുടെ പ്രവൃത്തിയിലൂടെ, ക്രിസ്ത്യാനിയുടെ പ്രവൃത്തിയിലൂടെ മറ്റുള്ള യേശുവിനെ അറിയാത്തവർ അറിയുമ്പോഴാണ് നമ്മൾ അവർ യേശുവിനെ ദൈവത്തിലേക്കുള്ള വഴിയായി തിരിച്ചറിയത്തുള്ളൂ. പലപ്പോഴും നമുക്കതിന് പറ്റുന്നില്ല. നമ്മൾ സാത്താൻ നമ്മളെയും വഞ്ചിച്ചുകൊണ്ട് യേശുവിൻ്റെ നാമം നമ്മൾ ദുഷിച്ചു കളഞ്ഞു. പരിശുദ്ധാത്മാവ് വസിക്കുന്ന ആലയങ്ങളാണ് നമ്മളെന്ന് അറിഞ്ഞുകൊണ്ട് അവൻ്റെ മുമ്പിലേക്ക് ജീവിതം അടിയറ വയ്ക്കുമ്പോൾ, പരിശുദ്ധാത്മാവിനെ കുറിച്ച് പൗലോസ് അപ്പോസ്തലൻ തൻ്റെ ആത്മീയതയിൽ ഇങ്ങനെ പറഞ്ഞു വെച്ചാൽ, ഒന്ന് പൗലോസ്ലീയ കൊരിന്ത്യർക്ക് എഴുതിയ 1 ലേഖനം 12, 1 കൊരിന്ത്യൻസ് 12 1 കൊരിന്ത്യൻസ് 12 ഇങ്ങനെയാണ് പറയുക, ദാനങ്ങളിൽ വൈവിധ്യം ഉണ്ടെങ്കിലും, അതായത് ദൈവം ആത്മാവായി ഒരു വ്യക്തിയിൽ വന്ന് വസിച്ചുകൊണ്ട് നിത്യതയിലേക്കുള്ള വഴി നമുക്കും മറ്റുള്ളവർക്കും കാണിച്ചു കൊടുക്കുവാൻ ദൈവം പ്രവർത്തിക്കുന്ന തിരുസഭ എന്ന് പറയുന്ന ആ ഒരു മേഖല, ഞാൻ പറയും സ്വർഗരാജ്യത്തിന്റെ കോൺസുലേറ്റ് ആണ് തിരുസഭ. ദൈവരാജ്യത്തിന്റെ സ്വർഗത്തിലേക്ക് പോകാനുള്ള എംബസിയാണ് തിരുസഭ. ആ ഒരു പ്രവർത്തനമാണ് തിരുസഭയ്ക്കുള്ളതായിരിക്കണം. ആർക്കെങ്കിലും സ്വർഗത്തിലേക്ക് പോകണമെങ്കിൽ തിരുസഭയിൽ വന്നുകൊണ്ട് കാര്യങ്ങൾ അറിഞ്ഞാൽ മതി. അമേരിക്കയ്ക്ക് പോകണമെന്നാൽ ഇന്ത്യയിലുള്ള ഒരു ഇന്ത്യൻ എംബസിയിലെ കോൺസുലേറ്റിൽ പോയിട്ട് ആപ്ലിക്കേഷൻ കൊടുത്താൽ പോകുന്നത് എന്ന് പറഞ്ഞ പോലെയാണ് ദൈവരാജ്യം. അപ്പോൾ ദൈവത്തിൻ്റെ പ്രവർത്തനം വ്യത്യസ്തമായ രീതിയിലാണ്. പരിശുദ്ധാത്മാവ് വ്യക്തികളിൽ, വിശ്വാസികളിൽ, അവനെ സ്വീകരിക്കുന്നവർക്കെല്ലാം, അവനിൽ വിശ്വസിക്കുന്നവർക്കെല്ലാം ദൈവമക്കളാകാൻ, അംബാസഡേഴ്സ് ആകാൻ, യേശുവിൻ്റെ അല്ലെ ദൈവപിതാവിൻ്റെ മക്കളാകാൻ, ഈ ഭൂമിയിൽ ദൈവപിതാവിൻ്റെ സ്വർഗത്തിൻ്റെ അംബാസഡേഴ്സ് നമ്മളെ വിളിക്കുന്നത് ദൈവമക്കളെന്നാണ്. പല രീതിയിലാണ് ദൈവം പ്രവർത്തിക്കുക. അതാണ് പൗലോസ് പറഞ്ഞത്, ദാനങ്ങളിൽ വൈവിധ്യമുണ്ടെങ്കിൽ, പരിശുദ്ധാത്മാവിൻ്റെ ദാനങ്ങളെക്കുറിച്ച് നമ്മൾ കഴിഞ്ഞ് ചിന്തിച്ചു. പ്രവർത്തന രീതി, ദാനങ്ങളും ഫലങ്ങളും ദാനങ്ങളും വരങ്ങളും പരിശുദ്ധാത്മാവിൻ്റെ ആയുധങ്ങളും ഞാൻ പറയും. മറ്റുള്ളവർക്ക് ദൈവരാജ്യത്തിലേക്കുള്ള വഴി കാണിച്ചു കൊടുക്കാനുള്ള ടൂൾസാണ് പരിശുദ്ധാത്മാവ് മനുഷ്യൻ നമ്മൾ ഓരോരുത്തരിലും പ്രവർത്തിക്കുന്നത്. അപ്പോൾ ദാനങ്ങളിൽ വൈവിധ്യം ഉണ്ടെങ്കിലും ആത്മാവ് ഒന്ന് തന്നെ, ഈ പരിശുദ്ധാത്മാവ് ഒന്നേ ഉള്ളൂ. എല്ലാ വ്യത്യസ്തമായ മനുഷ്യന്റെ ആത്മാവിലും ശുശ്രൂഷകളിൽ വൈവിധ്യം ഉണ്ടെങ്കിലും കർത്താവ് ഒന്ന് തന്നെ. പ്രവൃത്തികളിൽ വൈവിധ്യമുണ്ടെങ്കിലും എല്ലാവർക്കും എല്ലാറ്റിനും പ്രചോദനം നൽകുന്ന ദൈവം ഒന്ന് തന്നെ. ഓരോരുത്തരിലും ആത്മാവ് വെളിപ്പെടുന്നത് പൊതു നന്മയ്ക്ക് വേണ്ടിയാണ്, ലോകം മുഴുവന്റെയും നന്മയ്ക്ക് വേണ്ടിയാണ്. ഓരോ വ്യക്തിയിലും എന്നിൽ പരിശുദ്ധാത്മാവ് പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ അത് ലോകം മുഴുവനുമുള്ളവരുടെ നന്മയ്ക്ക് വേണ്ടിയാണ്. നിങ്ങളിൽ ഓരോരുത്തരിലും പരിശുദ്ധാത്മാവ് ഉള്ളത് അനേകരുടെ നന്മയ്ക്ക് വേണ്ടിയാണ്. ആ ഒരു അറിവിലേക്ക് നമ്മൾ യൂണിവേഴ്സൽ, കാത്തലിക് എന്ന വാക്കിൻ്റെ അർത്ഥമാണ് യൂണിവേഴ്സൽ, ലോകം മുഴുവനുള്ളവർക്ക് വേണ്ടി എന്നാണ്. നമ്മളതിനെ ഇങ്ങനെ സങ്കുചിതമാക്കിയല്ലേ, ഞാൻ കത്തോലിക്കനാണെന്നൊക്കെ പറയുമ്പോൾ എന്തോ മറ്റുള്ളവരിൽ അവരുടെ അടുത്ത് പോകാൻ പാടില്ല, അവരോട് സംസാരിക്കാൻ പാടില്ല, ഞാൻ കത്തോലിക്കനാണ്, ഞാൻ ലോകം മുഴുവനും പോകേണ്ടവനാണ് എന്നാണ് എൻ്റെ അർത്ഥം. ലോകം മുഴുവനുള്ളവരെ ദൈവസ്നേഹം പഠിപ്പിക്കേണ്ടല്ല, കാണിച്ചു കൊടുക്കേണ്ടതാണ്.
എന്നാൽ ഈശോ പഠിപ്പിക്കുകയായിരുന്നില്ല സഹനത്തിൻ്റെ കാര്യങ്ങളൊക്കെ. ദൈവരാജ്യത്തിൻ്റെ ഭാഗമാണതും. എന്നിട്ട് പറയാണ്, ഓരോരുത്തരും ആത്മാവ് വെളിപ്പെടുന്നത് പൊതു നന്മയ്ക്ക് വേണ്ടിയാണ്. ഒരേ ആത്മാവ് തന്നെ ഒരാൾക്ക് വിവേകത്തിൻ്റെ വചനം, ദൈവിക വചനത്തിന് നല്ല അറിവ്, പരിശുദ്ധാത്മാവ് ഉള്ളിൽ വചനത്തിൻ്റെ നിറവ് നൽകുന്നു. ജെറമ്യായുടെ അധരങ്ങളെ തൊട്ടിട്ട് പറഞ്ഞ് പരിശുദ്ധാത്മാവ് പറഞ്ഞതാ, എൻ്റെ വചനം നിന്റെ അധരങ്ങളിൽ ഞാൻ നിക്ഷേപിച്ചിരിക്കുന്നു. വായു തുറക്കുമ്പോൾ, പൗലോസ് പറയുന്നുണ്ട് എഫേസ്യസ് 6, ഞാൻ വായു തുറക്കുമ്പോൾ ദൈവത്തിൻ്റെ വചനം, ദൈവം എന്നിലൂടെ സംസാരിക്കാനായിട്ടുള്ള കൃപയ്ക്ക് വേണ്ടി നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ എന്നാണ് അപ്പോസ്തലനായ പൗലോസ് എഫേസ്യസുകാരോട് ചോദിച്ചത് 6-ാമത്തെ അധ്യായത്തിൽ. ഞാൻ വായു തുറക്കുമ്പോൾ ദൈവം എന്നിലൂടെ സംസാരിക്കാനുള്ള, അതാണ് വചന പ്രഘോഷണം. ഒരാൾക്ക് ഒരേ ആത്മാവിന് ഒരാൾക്ക് വിവേകം എന്ന ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ ദാനങ്ങൾ, ജ്ഞാനം, ബുദ്ധി, അറിവ്, ആലോചന, ദൈവഭയം, ദൈവഭക്തി, ദൈവസ്നേഹം. ഇത് വ്യത്യസ്തമാണ് ഓരോരുത്തരിലും പ്രവർത്തിക്കുന്നത്. പരിശുദ്ധാത്മാവിൻ്റെ വരങ്ങൾ അത് തന്നെയാണ് അല്ലേ? പരിശുദ്ധാത്മാവിൻ്റെ വരങ്ങളെക്കുറിച്ച് അവിടെ പറയുന്നുണ്ട്. അപ്പോൾ അതാണ് പറയുന്നത്, എന്താ, ഒരാത്മാവ് തന്നെ ഒരാൾക്ക് വിവേകത്തിൻ്റെ വചനവും മറ്റൊരാൾക്ക് ജ്ഞാനത്തിൻ്റെ വചനവും. ജ്ഞാനം, വിഷ്ഡം, ദൈവം അറിയുന്നത് പോലെ കാര്യങ്ങളെ കാണാനായിട്ടുള്ള കഴിവാണ് ജ്ഞാനം എന്ന് പറയുന്നത്. ദൈവം കാണുന്നത് പോലെ കാര്യങ്ങളെ കാണുന്നതാണ് ജ്ഞാനം, വിഷ്ഡം. ഇതെല്ലാ വിശ്വാസികൾക്കും ആവശ്യമാണ്. ദൈവിക ജ്ഞാനം, ദൈവവചനത്തിലുള്ള ഉറപ്പ് എല്ലാവർക്കും എപ്പോഴും ലഭിക്കണമെന്നില്ല. പക്ഷേ നമ്മളത് അംഗീകരിക്കണം. മറ്റൊരാൾക്ക് ഇതുണ്ടല്ലോ, അത് എനിക്കില്ലല്ലോ എന്നോർത്തല്ലോ. അതുകൊണ്ട് ദൈവത്തിൻ്റെ, കാരണം നമ്മൾ കർത്താവിൻ്റെ ശരീരമാകുന്ന സഭയാണ് അല്ലേ? ഒരു തലയാണ്, ബാക്കി 2 കൈകളും ഒരു വശത്തും കാലുകളും. ശരീരത്തിൻ്റെ ഓരോ അവയവങ്ങളും വളരെ കൃത്യമായി അത് ഘടന ദൈവം രൂപപ്പെടുത്തിയിരിക്കുന്നത് പോലെ. കൈയുടെ പ്രവൃത്തിയല്ല കാല് ചെയ്യുന്നത്, ചെവി ചെയ്യുന്നത് കണ്ണിൻ്റെ പ്രവൃത്തിയല്ല അല്ലേ, മൂക്ക് ചെയ്യുന്നത് നാക്കിൻ്റെ പ്രവൃത്തിയല്ല. എല്ലാം എന്ന് പറഞ്ഞ പോലെയാണ്, വ്യത്യസ്തമായ അവയവങ്ങളാണ് നമ്മൾ ഓരോരുത്തരും ക്രിസ്തുവിൻ്റെ ശരീരത്തിൽ. എന്തിനാത്? ശരീരം മുമ്പോട്ട് പോകണമെങ്കിൽ അല്ലേ, ഇതെല്ലാം ഒരുമിച്ച് കൂടി മുമ്പോഴാണ് നമുക്ക് മുമ്പോട്ട് ജീവിക്കാൻ പറ്റുള്ളൂ. അതുപോലെയാണ് കർത്താവിൻ്റെ ശരീരമാകുന്ന തിരുസഭ എന്ന ഭൂമിയിൽ അനേകർക്ക് ജീവൻ പ്രദാനം ചെയ്യാനായിട്ട്. ഇത് പറയാണ്, ഒരേ ആത്മാവ് തന്നെ ഒരാൾക്ക് വിവേകത്തിൻ്റെ വചനവും മറ്റൊരാൾക്ക് ജ്ഞാനത്തിൻ്റെ വചനവും നൽകുന്ന ഒരേ ആത്മാവ് തന്നെ ഒരുവന് വിശ്വാസം, പരിശുദ്ധാത്മാവിൻ്റെ ദാനങ്ങളാണ്. വിശ്വാസം വേറൊരുവന് രോഗശാന്തിക്കുള്ള വരവും നൽകുന്നു. ഒരുവന് അത്ഭുതങ്ങൾ പ്രവർത്തിക്കാൻ ശക്തിയും, മറ്റൊരുവന് പ്രവചിക്കാൻ വരവും, വേറൊരുവന് ആത്മാക്കളെ വിവേചിച്ചറിയാൻ കഴിവും, വേറൊരുവന് ഭാഷാവരവും. ഭാഷാവരം ഞാൻ എന്തായാലും പറഞ്ഞു, മാർപ്പാവ ഭാഷാവരത്തിലൊക്കെ പ്രാർത്ഥിക്കുന്നില്ല. അതുകൊണ്ട് മാർപ്പാവ ഭാഷാവരത്തിൽ പ്രാർത്ഥിക്കുക, ദൈവത്തെ സ്തുതിച്ചുകൊണ്ട്. ഈശോയും ഭാഷാവരത്തിൽ പ്രാർത്ഥന നിൽക്കുന്നത് ഞാൻ പറഞ്ഞു. പൗലോസ്ലീഹ പറയാണ് 1 കൊരിന്തോസ് 12 10 ഒടുവിൽ, വേറൊരുവന് ഭാഷാവരവും വേറൊരുവന് വ്യാഖ്യാനത്തിനുള്ള വരവും അതേ ആത്മാവ് തന്നെ നൽകുന്നു. തൻ്റെ ഇച്ഛയ്ക്കൊത്ത് ഓരോരുത്തർക്കും പ്രത്യേക ദാനങ്ങൾ നൽകുന്ന ഒരേ ആത്മാവിൻ്റെ തന്നെ പ്രവൃത്തിയാണ് ഇവയെല്ലാം. ഇത് ദൈവത്തിൻ്റെ തന്നെ പ്രവൃത്തിയാണ്, സംശയിക്കേണ്ട. ഞാനിങ്ങനെ പറയും, നമ്മുടെ ഉള്ളിൽ സ്നേഹമുണ്ടെങ്കിൽ, നമ്മുടെ ഉള്ളിൽ വാശിയും വെറുപ്പും വിദ്വേഷവും വൈരാഗ്യവുമാണെങ്കിൽ പരിശുദ്ധാത്മാവ് നമ്മളിൽ ആയിരിക്കാൻ പറ്റില്ല. ഇതൊന്നും കാണില്ല, ഇതിലൊന്നുപോലും നമ്മൾ പ്രവർത്തിക്കത്തില്ല. മറ്റുള്ളവരോട് ക്ഷമിക്കാൻ പറ്റാതെ വാശിയും വൈരാഗ്യവും വിദ്വേഷവും വെറുപ്പുമായി ഒന്നും ദൈവത്തോട് ക്ഷമിക്കാൻ പറ്റുന്നില്ല. 2 മറ്റുള്ളവരെ ഈ ഭൂമിയിൽ ആരോടെങ്കിലും ക്ഷമിക്കാൻ പറ്റുന്നില്ല. 3 തന്നോട് തന്നെ, നമ്മളോട് തന്നെ നമുക്ക് ക്ഷമിക്കാൻ പറ്റുന്നില്ല. ഇതിലേതെങ്കിലും ഒരു കുരുക്കിൽപ്പെട്ട് കിടക്കുമ്പോൾ ഈ പരിശുദ്ധാത്മാവ് നമ്മളിൽ പ്രവർത്തിക്കത്തില്ല. ഇതാണ് ഈശോ ആദ്യം പറഞ്ഞത്, ആരെങ്കിലും എന്നെ അനുഗമിക്കാൻ ആഗ്രഹിക്കുന്നെങ്കിൽ അവൻ സ്വയം പരിത്യജിച്ച്, ഡിനൈ യുവർസെൽഫ്, ടേക്ക് അപ്പ് ദ ക്രോസ് ആൻഡ് ഫോളോ മീ എന്ന് പറഞ്ഞു. നമ്മളെ തന്നെ നമ്മൾ അടിയറ വയ്ക്കണം. എല്ലാ വിശുദ്ധരും അങ്ങനെയായിരുന്നു. അപ്പോൾ ഇന്ന് ആഗോള സഭയിലെ ചിന്തകളിൽ പരിശുദ്ധാത്മാവിന് വ്യത്യസ്തമായ കാര്യങ്ങളാണ് പ്രവർത്തിക്കുന്നത്. അതുകൊണ്ട് നിങ്ങൾ ആരെയും അല്ലേ, ഈശോ നമ്മളെ ഓർപ്പിക്കുന്ന മർക്കോസ് സുവിശേഷം 9-ാമത്തെ അധ്യായം 38 നമുക്ക് എതിരല്ലാത്തവൻ നമ്മുടെ ഭാഗത്താണ്. ലോകമെമ്പാടും അല്ലേ, ക്രിസ്ത്യാനികൾ തമ്മിൽ, കത്തോലിക്കരും പ്രൊട്ടസ്റ്റന്റുകാരും തമ്മിൽ, ഓരോ വിഭാഗങ്ങളും തമ്മിൽ അങ്ങോട്ടും കൂടെ എതിർപ്പാണ്. ഞങ്ങളാണ് മെച്ചം, അവർ മോശമാണ്, അവരുടെ പിന്നാലെ പോലെ അവർ പറഞ്ഞു കേൾക്കരുത്, അവർ സാത്താൻ്റെതാണെന്നൊക്കെ പറഞ്ഞ് കേൾക്കും. ലോകത്ത് എന്തുമാത്രം കേൾക്കുന്നുണ്ടല്ലേ. ഇങ്ങനെ സംഭവമാണ് ഈശോ എന്ന് പറയുന്നത്. ലൂക്കാ 9:38 ശിഷ്യനായ യോഹന്നാൻ അവനോട് പറഞ്ഞു, ഗുരു, നിന്റെ നാമത്തിൽ
നിന്റെ നാമത്തിൽ പിശാചുക്കളെ പുറത്താക്കുന്ന ഒരാളെ ഞാൻ കണ്ടില്ല. ആത്മാക്കളെ തിരിച്ചറിഞ്ഞുകൊണ്ട് ദുഷ്ടാരൂപിയാണ് അവരിൽ പ്രവർത്തിക്കുന്ന തിരിച്ചറിഞ്ഞുകൊണ്ട് ദൈവരാജ്യത്തിന് തടസ്സമായതുകൊണ്ട് അവരിലുള്ള ദുഷ്ടാരൂപിയെ ബഹിഷ്കരിക്കാനുള്ള അധികാരം പരിശുദ്ധാത്മാവ് കൊടുത്തിരിക്കുന്നത് കൊണ്ട് നിന്റെ നാമത്തിൽ പിശാചുക്കളെ പുറത്താക്കുന്ന ഒരാളെ ഞങ്ങൾ കണ്ടു, ഞങ്ങൾ അവനെ തടഞ്ഞു. ഇന്നിപ്പോ യേശുവിന്റെ കൂടെ നടക്കുന്നതുകൊണ്ട് ഇവരാണ് ഒഫീഷ്യൽ അധികാരം ഇവരങ്ങ് സ്വയം തീരുമാനിക്കുകയാണ്. യോഹന്നാൻ, കർത്താവിന്റെ നെഞ്ചോട് ചേർന്ന് യോഹന്നാൻ, കുരിശിന്റെ ചുവട്ടിൽ നിന്ന് യോഹന്നാൻ. ഇത് കുറെ കാലം കഴിഞ്ഞപ്പോൾ യേശുവിൽ വിശ്വസിച്ചുകൊണ്ട് ആരോ യേശുവിന്റെ ആത്മാവിൽ നിറഞ്ഞ് സൗഖ്യം പ്രാപിച്ച് ആരുടെ യേശുവിന്റെ ആത്മാവ് നിറഞ്ഞു നിൽക്കുകയാണ്. അവനും പ്രവർത്തിക്കാൻ തുടങ്ങി. അവനിപ്പോൾ ഇവരുടെ കൂടെ നടക്കുന്നില്ലെന്നേ ഉള്ളൂ. പക്ഷെ ഇവർ പോയ വഴിക്കൊണ്ട് ഒരാളിങ്ങനെ യേശു നാമത്തിൽ പിശാചെ വിട്ടുപോകുക എന്ന് പറഞ്ഞപ്പോൾ ആ മനുഷ്യൻ പിശാച ബാധ്യൻ സൗഖ്യം പ്രാപിക്കുന്നത് കണ്ടു. അപ്പോൾ യോഹന്നാൻ ചെറിയ അസൂയ, അവൻ നമ്മുടെ കൂടെ ഇല്ലാത്ത അവൻ പുറത്താണല്ലേ, ഞങ്ങൾ അവനെ തടഞ്ഞു. എന്നാണ് സഭയിലൊക്കെ നടക്കുന്ന വലിയ പ്രശ്നം. ഇതാണ്, നമ്മൾ പറയുന്ന പോലെ കേൾക്കുന്നില്ലെങ്കിൽ അവനെങ്ങ് തടഞ്ഞേക്കാം. നമ്മൾ സ്വയം ദൈവമായി തീരണം. പ്രിയമുള്ളവരെ, വ്യത്യസ്തമായ കാര്യങ്ങൾ സഭ വ്യത്യസ്തമായ അവയവങ്ങളിലുള്ള നമ്മൾ പ്രവർത്തിക്കുന്നതല്ല വേറൊരാൾ പ്രവർത്തിക്കുന്നത്. ഇത് നമ്മൾ അറിയുന്നത്. ഇത് പറയുമ്പോഴാണ് നമുക്ക് സമാധാനവും സ്വസ്ഥതയും. ഇല്ലെങ്കിൽ എല്ലാവരും ഞാൻ പറയുന്ന പോലെ കേൾക്കണമെന്ന് ആരെങ്കിലും വാദിക്കുകയാണെങ്കിൽ അവിടെ എന്നും പ്രശ്നമായിരിക്കും. കൈ പറയാണ് കാലിനോട്, കാല് നീ അവിടെ നിൽക്കുക, ഞാനാണ് തീരുമാനിക്കേണ്ടത് എന്ന് പറഞ്ഞാൽ കൈ കൊണ്ട് നടക്കാൻ പറ്റുമോ? നമ്മുടെ പ്രശ്നം ഇതാണ്. സഭയിലും നമ്മുടെ പ്രാർത്ഥനാ ജീവിതത്തിലും കുടുംബത്തിലും കുടുംബജീവിതത്തിലും ഒക്കെ വിശ്വാസത്തിന് മേൽവന്നിരിക്കുന്ന പ്രശ്നം ഇതാണ്. ഞങ്ങൾ അവനെ തടഞ്ഞു. കാരണം അവൻ നമ്മെ അനുഗമിച്ചില്ല, അവൻ നമ്മുടെ കൂടെ നടന്നില്ല, നമ്മൾ പറഞ്ഞൊന്നും ചെയ്തില്ല. യേശു പറഞ്ഞു അവനെ തടയേണ്ട, ഇതാണ് ചിന്തിക്കേണ്ടത്. യേശു പറഞ്ഞു അവനെ തടയേണ്ട ഒരുവന് എൻ്റെ നാമത്തിൽ അത്ഭുത പ്രവൃത്തി ചെയ്യുവാനും ഉടനെ എന്നെക്കുറിച്ച് ദൂഷണം പറയാനും സാധിക്കുകയില്ല. ഇതൊരു പ്രധാനപ്പെട്ട വചനം ഇതാണെന്ന്. നമുക്ക് എതിരല്ലാത്തവൻ നമ്മുടെ പക്ഷത്താണ്. നമുക്ക് എതിര് എന്ന് പറഞ്ഞാൽ യേശുവിനെ തള്ളിപ്പറയാത്തവർ നമ്മുടെ പക്ഷത്താണ്, സഭയിലാണ്. യേശുവിനെ തള്ളിപ്പറയാത്തവർ. വെളിപാട് പുസ്തകത്തിൽ 7 സഭകളെ കുറിച്ച് പറയുന്നുണ്ട് അല്ലേ. അവരെല്ലാം യേശുവിനെ ഏറ്റുപറയുന്നവരാണ്. നമ്മളിന്ന് മനസ്സിലാക്കേണ്ടത് നമുക്ക് എക്യുമെനിക്കൽ എന്തെല്ലാമാണ് ലോകത്തിൽ എല്ലാ സഭകളും ഇന്ന് ഒത്തിരി കാര്യങ്ങൾ നടക്കുന്നുണ്ട്. എല്ലാ സഭകളും ഒന്നിച്ചു വരാനുള്ള വലിയ ഏകോപനങ്ങളൊക്കെ ഒത്തിരി നടക്കുന്നുണ്ട്. എല്ലാവരും ഒരു മനസ്സോടെ ഒന്നിച്ചു വരാനായിട്ട്. എനിക്കറിയാവുന്ന ഒരു ബഹുമാനപ്പെട്ട സിർലച്ചനുണ്ട്, ഞങ്ങളുടെ ഇടവകയിൽ കുട്ടിക്കൽ ആയിരുന്നു, വികാരിച്ചൻ അസന്ധിയായിരുന്നു. അദ്ദേഹം നാട്ടിൽ ചെല്ലുമ്പോഴൊക്കെ എന്നെ വിളിക്കാറുണ്ട്. ഇങ്ങനെയുള്ള പ്രവർത്തനങ്ങൾ എല്ലാവരെയും മറ്റുള്ള സ്വഭാവങ്ങളൊക്കെ ഒരുമിച്ച് കൂട്ടിക്കൊണ്ട് ആരാധനയും സ്തുതിയും പ്രാർത്ഥനയും ഒക്കെ നടത്തുന്ന നമ്മുടെ പള്ളിയുമായിട്ട് ചേർന്ന് നിന്നുകൊണ്ട് ഇത് വലിയൊരു മേഖലയാണ്. നമ്മളിന്ന് ചിന്തിക്കേണ്ട അവിടെയാണ് നമ്മൾ സഭ ശക്തി പ്രാപിക്കാൻ പോകുന്നു. എല്ലാവരും ഒന്നിച്ച് നിൽക്കാനായിട്ടുള്ളൊരു ആഗ്രഹം. അതാണ് യേശുവിനെ അറിയുന്നവർ, യേശുവിനെ പ്രഘോഷിക്കുന്നവരാണ് എല്ലാവരും. നമ്മുടെ സഭയെ ആരും അങ്ങോട്ടും കൊണ്ട് തള്ളിപ്പറയാത്തവരുമാണ്. നമ്മൾ മോശമാണെന്ന് പറയാതെ നമ്മളെ പരസ്പരം അംഗീകരിക്കുന്നവരെല്ലാം ഒരുമിച്ച് കൂട്ടിക്കൊണ്ടു പോകുന്ന ഒരു പ്രവൃത്തിയാണത്. നമുക്കെതിരല്ലാത്തവൻ നമ്മുടെ പക്ഷത്താണ്. സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, നിങ്ങൾ ക്രിസ്തുവിനുള്ളവരാണെങ്കിൽ അവൻ്റെ നാമത്തിൽ ആരെങ്കിലും നിങ്ങൾക്ക് ഒരു പാത്രം വെള്ളം കുടിക്കാൻ തന്നാൽ അവന് പ്രതിഫലം ലഭിക്കാതെ ഇരിക്കുകയില്ല അല്ലേ. ഇന്ന് യോഹന്നാൻ അത് പറഞ്ഞത് അത്രയേ ഉള്ളൂ. മർക്കോസ് ലൂക്കാസ് വിഷയം ഞാൻ അതേക്കുറിച്ച് റെഫറൻസ് നോക്കിയപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, ബൈബിളിൽ ഒരു ഭാഗമുണ്ട്, അതിൽ വേറെ എവിടെയെങ്കിലും അതിനോടുകൂടി കുറച്ചുകൂടി മനസ്സിലാക്കാനുള്ള കാര്യങ്ങൾ കിടപ്പുണ്ട്. അത് സമ്പൂർണ്ണ ബൈബിളിലുണ്ട് എന്നൊക്കെ ചിന്തിച്ചതാണ്. അപ്പോൾ ഇന്ന് ലൂക്ക 9 അതേക്കുറിച്ച് തൻ്റെ യേശു ജെറുസലേമിലേക്ക് പോവുകയായിരുന്നു. അവിടെ ഈ മുമ്പേ പറഞ്ഞതുപോലെ അവനെ തടയുന്ന കാര്യമൊക്കെ യോഹന്നാൻ പറഞ്ഞു കഴിഞ്ഞിട്ട് അതിൻ്റെ താഴെയാണ് ഇവിടെ ലൂക്ക 9:51 തൻ്റെ ആരോഹണത്തിൻ്റെ ദിവസങ്ങൾ പൂർത്തിയായിക്കൊണ്ടിരിക്കുക എന്ന് പറയുമ്പോൾ മരിച്ച് അടക്കപ്പെട്ട് സ്വർഗാരോഹണം ചെയ്യാനുള്ള സമയം അത് യേശു മുൻകൂട്ടി അറിഞ്ഞിരുന്നത് കൊണ്ട്, അല്ലെങ്കിൽ അവൻ കുരിശിൽ തൂക്കപ്പെടുവാനുള്ള സമയമായിരുന്നത് കൊണ്ട്, അങ്ങനെയും പറയാം. നമുക്ക് വേണ്ടി മരിക്കാൻ ആകാശത്തിനും ഭൂമിക്കും മധ്യേ യോഹന്നാൻ 3 പറഞ്ഞു, മനുഷ്യപുത്രൻ ഉയർത്തപ്പെടുമ്പോൾ ആകാശത്തിനും ഭൂമിക്കും മധ്യേ കുരിശിൽ തൂക്കപ്പെടുമ്പോൾ, അന്ന് മോശ മരുഭൂമിയിൽ പിച്ചള സർപ്പത്തെ ഉയർത്തിയതുപോലെ മനുഷ്യപുത്രൻ ആകാശത്തിനും ഭൂമിക്കും മധ്യേ മരക്കൊമ്പിൽ തൂക്കിയിടപ്പെടുമ്പോൾ, ആണികളിൽ തറയ്ക്കപ്പെടുമ്പോൾ അവൻ അനേകരെ തന്നിലേക്ക് ആകർഷിക്കും. എല്ലാം മുൻകൂട്ടി അറിഞ്ഞുകൊണ്ട് യേശു പോവാണ്.
അവൻ തൻ്റെ ആരോഹണത്തിൻ്റെ ദിവസങ്ങൾ പൂർത്തിയായിക്കൊണ്ടിരിക്കുവാൻ ജെറൂസലേമിലേക്ക് പോകാൻ ഉറച്ചു. അവൻ തനിക്ക് മുമ്പേ ഏതാനും ദൂതന്മാരെ അയച്ചു. അവന് വേണ്ട ഒരുക്കങ്ങൾ നമ്മൾ അടുത്ത് വരുവാണ്. നമ്മളിനി വലിയ നോമ്പിലേക്ക് അടുത്ത് വരുവാണ്. പെസഹായും ഈസ്റ്ററും ഒക്കെ വരികയാണ്. ഇതാ ഈശോ അന്ന് പോയ സഭയിൽ നിന്ന് ആ രീതി നമ്മളെ കൊണ്ടുപോവാണ്. യാത്ര ചെയ്യാണ് ജെറൂസലേമിലേക്ക്, മരിക്കാൻ പോവാണ്. സ്വയം ഇല്ലാതായിത്തീരാൻ നമുക്ക് ആയിരിക്കുന്ന രീതിയിൽ സ്വയം ഇല്ലാതായി തീരാനുള്ളൊരു വിളിയാണ്, കാലഘട്ടമാണിത് അല്ലേ. മാർച്ച് 5-ാം തീയതി നമ്മൾ 3-4 തിങ്കളാഴ്ച നമ്മൾ സഭയിൽ ചാരം പൂശുന്നു. അതുപോലെ സഭയിൽ ബുധനാഴ്ച വാഷ്പനിഷ്ഠ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അപ്പോൾ യേശു അതിലേക്ക് പോവുകയാണ്, ജെറൂസലേമിലേക്ക് മരിക്കാനായിട്ട്. അവർ ദൂതന്മാരെ അയച്ചു. അവന് വേണ്ട ഒരുക്കങ്ങൾ ചെയ്യാൻ അവർ സമരിയായുടെ ഒരു ഗ്രാമത്തിൽ പ്രവേശിച്ചു. അവൻ ജെറൂസലേമിലേക്ക് പോവുകയായിരുന്നതുകൊണ്ട് അവനെ സമരിയാക്കാർ, അവർ യഹൂദരുമായിട്ട് പ്രശ്നമുള്ളവരാണ്. അവിടെ നിന്നല്ല, സമരിയായിലൂടെ പോകണമായിരുന്നു, ജെറൂസലേമിലേക്കാണ് പോകുന്നത്. പക്ഷേ അവർ വകവെച്ചില്ല. ഇവൻ അങ്ങ് ജെറൂസലേമിലേക്ക് പോകും, അവനെ നമുക്കിവിടെ സ്വീകരിക്കുന്നു. അവൻ ജെറൂസലേമിലേക്ക് പോകും. ഇവിടെ സമരിയായിലുള്ള നമ്മൾക്കൊന്നും അവനെ, സമരിയാക്കാരും യഹൂദരും തമ്മിൽ പ്രശ്നമുള്ളത് കൊണ്ട് അവൻ ഇവിടെ നമ്മുടെ അടുത്തേക്കല്ല, അവൻ ജെറൂസലേം, അതുകൊണ്ട് അവനെ നമുക്ക് സ്വീകരിക്കുന്നു വേണ്ടെന്ന് സമരിയാക്കാർ പറഞ്ഞു. അവൻ ജെറൂസലേമിലേക്ക് പോവുകയായിരുന്നുകൊണ്ട് സമരിയാക്കാർ അവനെ സ്വീകരിച്ചില്ല. ഇത് കണ്ടപ്പോൾ ശിഷ്യന്മാരായ യാക്കോബും യോഹന്നാനും, ഇത് പ്രദേശമാണല്ലോ അല്ലേ, ശബദീപുത്രന്മാരെ, ശിഷ്യന്മാരായ യാക്കോബും യോഹന്നാനും പറഞ്ഞു, കർത്താവേ, സ്വർഗത്തിൽ നിന്ന് അഗ്നി ഇറങ്ങി ഇവരെ നശിപ്പിക്കട്ടെ എന്ന് ഞങ്ങൾ പറയട്ടെ. നോക്കണം, അസൂയ, യേശുവിനെ കുറിച്ചുള്ള അസൂയ. നമുക്ക് ഇന്നിതില്ലേ, മറ്റവരൊക്കെ ഇല്ലാതെ നമ്മൾ മാത്രം മതിയെന്ന് ചിന്തിക്കുന്നല്ലേ. നശിപ്പിക്കട്ടെ എന്ന് ഞങ്ങൾ പറയട്ടു. അവൻ തിരിഞ്ഞ് അവരെ ശാസിച്ചു, നല്ല വഴക്ക് പറഞ്ഞു. നേരത്തെ പറഞ്ഞാൽ എത്ര നാൾ ഞാൻ സഹിക്കും നിങ്ങളോട്, എത്ര നാളാണ് ഞാൻ നിങ്ങളുടെ കൂടെ, എന്നിട്ട് നിങ്ങൾക്കത് മനസ്സിലാക്കാത്ത എന്താ? അവൻ ശാസിച്ച്, അത് വചനത്തുള്ളതല്ല കേട്ടോ, ഞാൻ പറഞ്ഞു എൻ്റെ. അവൻ തിരിഞ്ഞ് അവരെ ശാസിച്ചു. അവർ മറ്റൊരു ഗ്രാമത്തിലേക്ക് പോയി. സമറിയായിലൂടെയൊക്കെ നമുക്കിതിരെ അങ്ങ് പോയേക്കാം. സാധിക്കുന്നിടത്തോളം എല്ലാവരോടും അവൻ്റെ ഒരുക്കത്തിൻ്റെ ഭാഗമാണ്. ആരോടും വഴക്കില്ല, സ്നേഹം നിലനിർത്തിക്കൊണ്ട്. പ്രിയമുള്ളവരെയും, ഇതാ ഈ യേശുവിന് എതിരായിട്ടുള്ളതെന്ന് പറയുമ്പോൾ ആരാണ് യേശുവിന് എതിരായിട്ടുള്ളതെന്ന് യോഹന്നാൻ തന്നെ പറയുന്നുണ്ട്. യോഹന്നാന്റെ സുവിശേഷം 3-ാമത്തെ അധ്യായത്തിൽ ഇങ്ങനെയാണ് പറയുക. യോഹന്നാൻ 3:14 എപ്പോൾ ചിന്തിക്കുന്ന, അവനിൽ യേശുവിൽ വിശ്വസിക്കുന്ന ഒരുവനും നശിച്ചു പോകാതെ നിത്യജീവൻ സ്വർഗം പ്രാപിക്കുന്നതിന് വേണ്ടി തൻ്റെ ഏകജാതനെ നൽകാൻ തക്കവിധം ദൈവം ലോകത്തെ അത്രമാത്രം സ്നേഹിച്ചു. മനുഷ്യനായ ഭൂമിയിലേക്ക് ദൈവം വരാനായിട്ട് ദൈവം തീരുമാനിച്ചു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവും ഒന്നിച്ച് തീരുമാനമെടുത്തു. തൻ്റെ പുത്രനെ എന്ന് പറയുമ്പോൾ മനുഷ്യനായ ലോകത്തിലേക്ക് വന്ന തൻ്റെ പുത്രനെ ലോകത്തിലേക്ക് അയച്ചത് ലോകത്തെ ശിക്ഷയ്ക്ക് വിധിക്കാനല്ല, പ്രത്യുത അവൻ വഴി ലോകം രക്ഷ പ്രാപിക്കാനാണ്. അവനിൽ വിശ്വസിക്കുന്ന ഒരുവനും ശിക്ഷയ്ക്ക് വിധിക്കപ്പെടുന്നില്ല. വിശ്വസിക്കാത്തവനോ ദൈവത്തിൻ്റെ ഏകജാതന്റെ നാമത്തിൽ വിശ്വസിക്കായിക മൂലം എന്ന് പറഞ്ഞാൽ പാപപരിഹാരം, ലോകത്തിൻ്റെ പാപങ്ങൾ നീക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാടാണ്. അവനിൽ വിശ്വസിക്കാത്തതുകൊണ്ട് പാപപരിഹാരമില്ല. അതുകൊണ്ടാണ് ശിക്ഷ ഇപ്പോഴും നിലനിൽക്കുകയാണെന്ന്. ഏകജാത നാമത്തിൽ വിശ്വസിക്കായിക മൂലം നേരത്തെ തന്നെ ശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ടിരിക്കും. ഇതാണ് ശിക്ഷാവിധി. പ്രകാശമല്ല യേശു, ലോകത്തിന്റെ വെളിച്ചം. പ്രകാശം ലോകത്തിലേക്ക് വന്നിട്ട് മനുഷ്യർ പ്രകാശത്തേക്കാൾ അധികമായി അന്ധകാരത്തെ സ്നേഹിച്ചു. ജഡത്തിന്റെ വ്യാപാരങ്ങൾ, വെറുപ്പും വിദ്വേഷവും വാശിയും വൈരാഗ്യവും, ഈ ലോകമോഹങ്ങളും മദ്യവും മദിരാക്ഷിയും അശുദ്ധ ഭാവങ്ങളും ഒക്കെ മുഴുകി അതിൽ ഇരുട്ടിന്റെ ദുഷ്ടാരൂപിയുടെ ആ മനോഭാവങ്ങളിലൂടെ, ദുഷ്ടാരൂപിയുടെ ആലോചനയിൽ അതിനെ അവർ കൂടുതലായിട്ട് സ്നേഹിച്ചു. മനുഷ്യർ പ്രകാശത്തേക്കാൾ അധികമായി അന്ധകാരത്തെ സ്നേഹിച്ചു. നമ്മൾ ചിന്തിക്കണം, നമ്മുടെ ഉള്ളിലേക്ക് നോമ്പെടുത്ത് വലിയ നോമ്പിലേക്ക് പ്രവേശിക്കാൻ നമ്മൾ ഒരുങ്ങുകയാണ്. കാരണം അവരുടെ പ്രവൃത്തികൾ തിന്മ നിറഞ്ഞതായിരുന്നു. പ്രവൃത്തി മുഴുവനും ദൈവസ്നേഹത്തിനും പരസ്നേഹത്തിനും എതിരായിരുന്നു. എനിക്ക് എൻ്റെ കാര്യം നടന്നാൽ മതി, ആര് നശിച്ചാലും കുഴപ്പമൊന്നും, അവനൊക്കെ ശരി, അവനൊക്കെ തകർന്നു പോകട്ടെ, അവനൊക്കെ ഇല്ലാതായിത്തീരട്ടെ. നമ്മൾ ചിന്തിക്കുക, നമ്മുടെ ഉള്ളിലേക്ക് നോക്കണം. ഇങ്ങനെയുള്ള ചിന്ത എൻ്റെ ഉള്ളിലുണ്ടെങ്കിൽ എൻ്റെ ദൈവമേ, ദുഷ്ടാരൂപിയാണ്, കൊല്ലാൻ വന്നിരിക്കുക, നശിപ്പിക്കാൻ വന്നിരിക്കുന്ന ദുഷ്ടാരൂപിയാണ്. ആരെങ്കിലും നശിച്ചു പോകണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നെങ്കിൽ, ആരെങ്കിലും തകർന്നു പോകണം ഞാൻ ആഗ്രഹിക്കുന്നെങ്കിൽ, ഞാൻ നരകത്തിലേക്കുള്ള വഴിയിലാണ്. ദുഷ്ടാരൂപിയാണ് എൻ്റെ ആത്മാവിൽ വസിച്ചുകൊണ്ട് എന്നെ നയിച്ചുകൊണ്ടിരിക്കുന്നത്. എന്നാൽ ആരും നഷ്ടപ്പെട്ടു പോകരുതേ എൻ്റെ ദൈവമേ. എന്നേക്കാൾ ഞാൻ
എന്നെക്കാളും മെച്ചമായിട്ട് അവരൊക്കെ ആയിരിക്കട്ടെ എന്ന് ചിന്തിക്കുന്നത് ആണ് യേശു തൻ്റെ സ്വന്തം ജീവൻ ബലിയർപ്പിച്ചുകൊണ്ട് നമ്മെ വീണ്ടെടുക്കാൻ തീരുമാനിച്ച യേശുവിൻ്റെ ആത്മാവ്, തൻ്റെ പരിശുദ്ധാത്മാവ്. അവരുടെ പ്രവൃത്തികൾ തിന്മ നിറഞ്ഞതായിരുന്നു. തിന്മ പ്രവർത്തിക്കുന്നവൻ പ്രകാശത്തെ വെറുക്കുന്നു, അവൻ്റെ പ്രവൃത്തികൾ വെളിപ്പെട്ടിരിക്കുന്നതെന്ന് അവൻ്റെ പ്രവൃത്തികൾ വെളിപ്പെടാതിരിക്കുന്നതിന് അവൻ വെളിച്ചത്ത് വരുന്നുമില്ല, മറഞ്ഞിരിക്കുകയാണ്. മരച്ചില്ലയുടെ ഉള്ളിൽ ആദവും ഹവ്വായും മരച്ചില്ലയുടെ ഒളിച്ചതുപോലെ സക്കേവൂസ് പാപിയും ചുങ്കക്കാരനുമായ മരത്തിൻ്റെ ചില്ലയുടെ ഇടയിൽ ഒളിച്ചിരിക്കുക. എനിക്കതൊന്ന് കാണണം, പക്ഷേ വിളിച്ചിട്ട് വരേണ്ട ആഗ്രഹമൊന്നുമില്ല. പക്ഷെ അവൻ പുറത്തേക്ക് ഇറങ്ങി വന്ന് പിന്നീട് അവനെ കർത്താവ് രക്ഷിച്ചു എന്ന് നമുക്കറിയാം. ഇപ്പം നമ്മുടെ ജീവിതത്തിൽ ഇങ്ങനെയുള്ള ചില മേഖലകളൊക്കെ ഉണ്ട്. അപ്പോൾ ലോകത്തിലെ ആരാണ് യേശുവിനെ എതിർക്കുന്നത്, ആരാണ് അല്ലെ ദൈവത്തിന്റെ എതിരാളികൾ ആരാണെന്ന് യോഹന്നാൻ സ്ലീഹ വീണ്ടും യോഹന്നാൻ ഇതേക്കുറിച്ച് ഒത്തിരി ആത്മീയ അറിവ് ജ്ഞാനം ദൈവം കൊടുത്തു. യോഹന്നാൻ തന്റെ ലേഖനത്തിലെ യോഹന്നാന്റെ 1-ാം ലേഖനം 4-ാമത്തെ അധ്യായത്തിൽ ഇങ്ങനെ പറയും, പ്രിയപ്പെട്ടവരെ, എല്ലാ ആത്മാക്കളെയും നിങ്ങൾ വിശ്വസിക്കരുത്. ആത്മാക്കളെ കേട്ടപ്പോൾ 1:12 ആത്മാക്കളെ തിരിച്ചറിയാനുള്ള വരം, വിവേചന വരം എന്ന് കിട്ടും. ഇത് പറയാം, നമ്മളത് ഉപയോഗിക്കണം. എല്ലാ ആത്മാക്കളെ അവ ദൈവത്തിൽ നിന്നാണോ എന്ന് വിവരിക്കുവാൻ പല വ്യാജ പ്രവാചകന്മാരും ലോകത്തിലെങ്ങും പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നു. ദൈവത്തിന്റെ ആത്മാവിനെ നിങ്ങൾക്ക് ഇങ്ങനെ എങ്ങനെയാണ് അറിയുക? ദൈവത്തിന്റെ ആത്മാവിനെ യേശു ക്രിസ്തു ശരീരം ധരിച്ചു വന്നു. ദൈവം ശരീരം ധരിച്ചു വന്നതാണ് യേശു ക്രിസ്തു എന്ന് ഏറ്റുപറയുന്ന ആത്മാവ് ദൈവത്തിൽ നിന്നാണ്. നമ്മുടെ ഉള്ളിലേക്ക് നോക്കണം. നമ്മളെ കുറ്റപ്പെടുത്താനല്ല, കുറ്റബോധത്തിന്റെ ആവശ്യമില്ല. നമ്മൾ അങ്ങനെ ലോകത്തിൽ അങ്ങനെ കേട്ട് നമ്മൾ അങ്ങനെ ചിന്തിക്കണം. ഇത് ദൈവമൊന്നുമല്ല. ദൈവം മനുഷ്യനായ ഭൂമിയിലേക്ക് വന്നതാണ് യേശു ക്രിസ്തു എന്ന് ഏറ്റുപറയുന്നവരിൽ ദൈവത്തിന്റെ ആത്മാവാണ് എന്നാണ് യോഹന്നാൻ സ്ലീഹ പറയുന്നത്. ഏറ്റുപറയാത്ത യേശു ക്രിസ്തു ദൈവം ലോകത്തിലേക്ക് വന്ന് മനുഷ്യനെ അവതരിച്ച ദൈവം തന്നെയാണെന്ന് ഏറ്റുപറയാത്ത ആത്മാവ് ദൈവത്തിൽ നിന്നല്ല. ആത്മാക്കളെ തിരിച്ചറിയാനുള്ളത്, ആരെയും വിധിക്കാനല്ല, മനസ്സിലാക്കണം. നമ്മുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ വരാനിരിക്കുന്നു എന്ന് നിങ്ങൾ കേട്ടിട്ടുള്ള അന്തിക്രിസ്തുവിന്റെ ആത്മാവാണ്. അന്തിക്രിസ്തു നമ്മൾ അവസാനം എന്നുള്ളതല്ല, മലയാളത്തിൽ പറയുമ്പോൾ ആൻഡായി ക്രൈസ്റ്റ്, ക്രിസ്തുവിനെ എതിർക്കുന്ന ആത്മാവാണ്, സാത്താന്റെ ആത്മാവാണ്. അന്തിക്രിസ്തു എന്ന് പറഞ്ഞാൽ ആൻഡായി ക്രൈസ്റ്റ്, ഇംഗ്ലീഷിൽ ക്രിസ്തുവിനെ എതിർക്കുന്ന ആത്മാവാണ്. അത് ഇപ്പോൾ തന്നെ ലോകത്തിലുണ്ട്. കുഞ്ഞുമക്കളെ, നിങ്ങൾ ദൈവത്തിൽ നിന്നുള്ളവരാണ്. കാരണം നിങ്ങളുടെ ഉള്ളിൽ ദൈവത്തിന്റെ ആത്മാവാണ്. നിങ്ങൾ വ്യാജ പ്രവാചകന്മാരെ കീഴ്പ്പെടുത്തിയിരിക്കുന്നു. എന്നാൽ നിങ്ങളുടെ ഉള്ളിലുള്ളവൻ, എന്നല്ല ചിന്തിച്ച, നിങ്ങളുടെ ഉള്ളിലുള്ളവൻ ലോകത്തിലുള്ളവനേക്കാൾ വലിയവനാണ്. യേശുക്രിസ്തുവിന്റെ ആത്മാവ്, ദൈവ ആത്മാവ്, പരിശുദ്ധ ആത്മാവ് നിങ്ങളുടെ ഉള്ളിലുള്ളത് കൊണ്ടാണ് നമ്മൾ ദൈവാലയങ്ങൾ, ദൈവ മക്കളായിരിക്കുന്നത്. അതിന് ഭയങ്കര ശക്തിയാണ് ദൈവാത്മാവിന്. എല്ലാ മുട്ടുകളും അടങ്ങുന്ന യേശുക്രിസ്തുവിന്റെ ഉള്ളിലുള്ള ആത്മാവ് തന്നെയാണത്. സ്വർഗത്തിലും ഭൂമിയിലും പാതാളത്തിലുള്ള എല്ലാ മുട്ടുകളും അടങ്ങുന്നു. നിങ്ങൾ ദൈവത്തിൽ നിന്നുള്ളവരാണ്. ദൈവത്തെ അറിയുന്നവൻ നമ്മുടെ വാക്ക് ശ്രവിക്കുന്നു. ദൈവത്തിൽ നിന്നല്ലാത്തവൻ നമ്മുടെ വാക്ക് ശ്രവിക്കുന്നില്ല. ഇതുവഴി സത്യത്തിന്റെ ആത്മാവിനെയും അസത്യത്തിന്റെ ആത്മാവിനെയും നമുക്ക് തിരിച്ചറിയാം. നമ്മളെന്ന് പറയുമ്പോഴും ആരെയും വിധിക്കാനല്ല, നമ്മൾ ഡിസൈൻ ചെയ്യണം. നമ്മൾ വഴി തെറ്റിയെന്നറിഞ്ഞാൽ നമ്മൾ വഴി തിരിഞ്ഞു പോകത്തില്ല. അല്ലേ, ഇപ്പോൾ നമ്മൾ അറിയാതെ പോയിട്ട് വണ്ടി ഓടിച്ചു പോകാൻ എനിക്കും പറ്റിയിട്ടുണ്ട്. ഞാൻ സേറാടെ സ്കൂളിലേക്ക് പോകേണ്ട വഴിയും നമ്മുടെ പള്ളിയിലേക്ക് പോകേണ്ട വഴിയും രണ്ടാണ്. ഈ കഴിഞ്ഞ ദിവസം ഞങ്ങൾ പള്ളിയിലേക്ക് പോകാൻ വേണ്ടി പോയപ്പോൾ സേറാടെ ഇന്നും പോകുന്ന പോലെ ഓടിച്ച് ഞങ്ങൾ വർത്താനമൊക്കെ പറഞ്ഞ് പോകുമ്പോൾ ഏതാണ്ട് അരമൈൽ പോയി കഴിയുമ്പോൾ എങ്ങോട്ടായി പോകുന്നത് തന്നെ ഞങ്ങൾ ഒരു യു ടേൺ എടുത്താണ് പിന്നെ പള്ളിയിലേക്കുള്ള വഴിയിലേക്ക്. അപ്പോൾ നമ്മൾ അറിയാതെ ശ്രദ്ധിക്കാതെ പോവുകയാണെങ്കിൽ നമ്മൾ ഈ ലോകത്തിന്റെ വഴിയിലൂടെ അറിയാതെ നമ്മൾ പോകും. നമ്മുടെ ആത്മാവ് നമ്മളെ ദൈവത്തെങ്കിലേക്ക്, നിത്യതയിലേക്ക് നയിക്കേണ്ട ഒരു പ്രവൃത്തി നമ്മുടെ ഉള്ളിൽ ഇന്ന് നമ്മൾ ചിന്തിക്കുന്ന മുഴുവനും ദൈവത്തിന്റെ ജ്ഞാനത്തെക്കുറിച്ചാണ്. പരിശുദ്ധാത്മാവ് പ്രഭാഷകൻ 4 എന്ന് പറഞ്ഞത് ജീവന്റെ മാർഗം, ജ്ഞാനം എന്ന് പറഞ്ഞിട്ടാണ്. അപ്പൊ ജ്ഞാനത്തിന്റെ പ്രവൃത്തി കൊണ്ട് നമ്മൾ ജ്ഞാനം പരിശുദ്ധാത്മാവാണ്. പരിശുദ്ധാത്മാവിന്റെ ദാനങ്ങളിൽ ഒന്നാമത്തേതാണ് ജ്ഞാനം. പരിശുദ്ധാത്മാവിന്റെ ഫലങ്ങളിൽ ഒന്നാമത്തേതാണ് സ്നേഹം, ജ്ഞാനം, ബുദ്ധി, ഇതെല്ലാം നമ്മൾ അറിയണം. പരിശുദ്ധാത്മാവ്, ദൈവാത്മാവ് നമ്മളിൽ ഉണ്ടായിരിക്കട്ടെ പ്രിയമുള്ളവർ. ഇന്ന് നമ്മൾ ജോർജിയ സ്റ്റേറ്റിന് വേണ്ടി അറ്റ്ലാന്റയിൽ നിന്നും സാലി പൈസ് പ്രാർത്ഥന ആരംഭിച്ചപ്പോൾ നമ്മൾ ഓർപ്പിച്ച സങ്കീർത്തനം 81 നിന്നുള്ള വചനങ്ങളാണ്. സങ്കീർത്തനം 81 അവിടെ എന്താ പറയുന്നത്? ദൈവം മുന്നറിയിപ്പ് നൽകുന്നതാണ്. ദൈവജ്ഞാനത്തിലൂടെ, സഭയിലൂടെ, വ്യക്തികളിലൂടെ, വചനപ്രഘോഷണങ്ങളിലൂടെ ദൈവം ജ്ഞാനം നമുക്ക് തരും. അവിടെ
സങ്കീർത്തനം 81:8 ഇങ്ങനെ പറയുന്നുണ്ട്, എൻ്റെ ജനമേ, ഞാൻ മുന്നറിയിപ്പ് നൽകുമ്പോൾ ശ്രദ്ധിച്ച് കേൾക്കുക. ഇസ്രായേലെ, നീ എൻ്റെ വാക്ക് കേട്ടിരുന്നു, ജ്ഞാനത്തിൻ്റെ വാക്ക്, ദൈവത്തിൻ്റെ വാക്ക് കേട്ടിരുന്നെങ്കിൽ നിങ്ങളുടെ ഇടയിൽ അന്യ ദൈവം ഉണ്ടാകരുത്. എന്ന് പറഞ്ഞാൽ ലോകമോഹങ്ങളും ജഡമോഹങ്ങളും പണവും കുടുംബമഹിമയും ശരീരത്തിൻ്റെ ആസക്തികളൊക്കെ അത് ദൈവമായി നിങ്ങളുടെ ഇടയിൽ ഉണ്ടാകരുത്. ഒരു അന്യ ദൈവത്തെ നീ വണങ്ങരുത്. ഈജിപ്ത് ദേശത്തു നിന്നും നിന്നെ മോചിപ്പിച്ച, പാപത്തിൻ്റെ അടിമത്തത്തിൽ നിന്നും ദുശീലങ്ങളിൽ നിന്നും നിന്നെ മോചിപ്പിച്ച ദൈവമായ കർത്താവ് യേശുക്രിസ്തു. ഈ സങ്കീർത്തനമൊക്കെ ദാവീദ് എഴുതിയപ്പോൾ, ആസാഫിൻ്റെ സങ്കീർത്തനമാണിത്. അന്ന് യേശുവിനെ കുറിച്ചുള്ള പ്രവചനമാണ് ഈ സങ്കീർത്തനങ്ങളിൽ മുഴുവനും മറഞ്ഞു കിടക്കുക. പ്രിയമുള്ളവരെ, ദൈവമായ കർത്താവ് ഞാനാണ്, നീ വാ തുറക്കുക, ഞാൻ നിനക്ക് ഭക്ഷിക്കാൻ നൽകാൻ. അല്ലേ, എസെക്കിയേൽ വാ തുറക്കാൻ വചനത്തിൻ്റെ ചുരുൾ കൊടുത്ത വചനം നമ്മുടെ ആത്മാവ്. ജെറമ്യായുടെ അധരങ്ങളിൽ വചനം നിക്ഷേപിച്ചു. യേശയ്യായുടെ അധരങ്ങളെ പരിശുദ്ധാത്മ തൊട്ടപ്പോൾ വചനം നിറഞ്ഞു. നീ വാ തുറക്കുക, ഞാൻ നിനക്ക് ഭക്ഷിക്കാൻ നൽകാം. എന്നാൽ എൻ്റെ ജനം എൻ്റെ വാക്ക് കേട്ടില്ല. ഇന്നും അങ്ങനെയല്ലേ? ഒരേ പണിയൊന്നുമില്ല. ഈ ലോകത്തിൽ അടിച്ചു പൊളിച്ച് ജീവിക്കാനുള്ള കുറേ വചനവും പറഞ്ഞ് കുറേ ബൈബിളും ഒക്കെ നടക്കുകയാണ്. ഒരേ പണിയൊന്നുമില്ല. എത്ര പ്രാവശ്യം ഞാൻ കേട്ടിരിക്കുന്നു. അതങ്ങനെ ഉണ്ടാകും, അങ്ങനെ ഉണ്ടാകും. എന്നാൽ എൻ്റെ ജനം, ലോകത്തിൽ ദൈവം വീണ്ടെടുക്കാനല്ലേ, ദൈവത്തിന് സ്വന്തം ജനം, സഭയിലായിരിക്കും പറഞ്ഞ് നമ്മളെ, കത്തോലിക്കെന്ന് പറഞ്ഞ് നമ്മളെ, നല്ല ഇന്ന കുടുംബത്തിൽ പിറന്നല്ലേ നമ്മൾ പറയാറ്. ഇന്ന കുടുംബത്തിൽ തോമാസ്ലിയ സ്ഥാപിച്ച പള്ളി, ഞങ്ങളുടെ പള്ളി, ഞങ്ങളുടെ വല്യപ്പനൊക്കെ ആയിരുന്നു പറഞ്ഞിട്ടുണ്ട്. വല്യപ്പനൊക്കെ തോമാസ്ലിയ സ്ഥാപിച്ചു. വെറുതെ അതൊക്കെ ഒരു പ്രയോജനമില്ല. എൻ്റെ ജനം എൻ്റെ വാക്ക് കേട്ടില്ല, ഇസ്രായേൽ എന്നെ കൂട്ടാക്കിയില്ല. അതിനാൽ അവർ തന്നിഷ്ടപ്രകാരം നടക്കാൻ ഞാൻ അവരെ അവരുടെ ഹൃദയ കാഠിന്യത്തിന് വിട്ടുകൊടുത്തു. ദൈവം പോലും കൈവിട്ടു. പോയി കുറേ നാൾ പോയിട്ട് തകർന്നു വീഴുമ്പോൾ എന്നെ അന്വേഷിക്കും. ഇതാണ് ദൈവത്തിൻ്റെ കാഴ്ചപ്പാട്. നശിക്കാനല്ല, സ്നേഹമില്ലാഞ്ഞിട്ടൊന്നുമല്ല. ഞാൻ അവരുടെ ഹൃദയ കാഠിന്യത്തിന് അവരെ വിട്ടുകൊടുത്തു. എൻ്റെ ജനം എൻ്റെ വാക്ക് കേട്ടിരുന്നെങ്കിൽ, ഇസ്രായേൽ എൻ്റെ മാർഗത്തിൽ ചരിച്ചിരുന്നെങ്കിൽ. ഇന്നാണ് നമ്മളാണ് ഇസ്രായേൽ. ഞാൻ പറഞ്ഞു, നമ്മൾ യേശുക്രിസ്തുവിനെ അനുഗമിക്കുന്ന ക്രിസ്ത്യാനികളാണ് ഇസ്രായേൽ എന്ന് പറയുന്നത്. യഥാർത്ഥം മനസ്സിലാക്കേണ്ടതാണ്. ഇസ്രായേലിൻ്റെ എൻ്റെ മാർഗത്തിൽ ചരിച്ചിരുന്നെങ്കിൽ അതിവേഗം അവരുടെ വൈരികളെ ഞാൻ കീഴ്പ്പെടുത്തുമായിരുന്നു. വൈരികൾ എന്ന് പറഞ്ഞാൽ ആരാണ്? മനുഷ്യരല്ല, സാത്താനാണ്. നമ്മളെ സഭയെ തകർക്കാൻ ശ്രമിക്കുന്ന, നമ്മുടെ ജീവിതത്തെ തകർച്ച ഉണ്ടാക്കുന്ന, പ്രശ്നം ഉണ്ടാക്കുന്ന ദുഷ്ടാരൂപി അല്ലേ. പാപം മൂലം രോഗം കടന്നു വരുന്നു എന്ന് സങ്കീർത്തനം 107. എല്ലാ രോഗവും അങ്ങനല്ല. ചില രോഗങ്ങൾ, ചില പ്രശ്നങ്ങൾ ഒരു 99% പ്രശ്നങ്ങളും പാപം മൂലം ഉണ്ടായതാണ്. മനുഷ്യൻ്റെ പാപം മൂലം ഉണ്ടായതാണ് ലോകത്തിലെ പ്രശ്നങ്ങൾ, ഒരു 99%. പിന്നെ ഞാൻ പറയും, വിശുദ്ധർക്കൊക്കെ മറ്റുള്ളവരുടെ ഭാരം ചുമക്കാനായിട്ട് സഹനം അനുവദിക്കും. മറ്റുള്ളവരുടെ ഭാരം യേശു ചുമന്നതുപോലെ യേശുവിൻ്റെ ആത്മാവ് ഉള്ളിലുള്ള, അത് നമ്മൾ അറിയണം. യേശുവിൻ്റെ ആത്മാവ് നമ്മളിലുള്ളപ്പോൾ നമുക്കുള്ള സഹനങ്ങൾ, യേശു നമ്മളിലൂടെ ഇനിയും അനേകരെ നേടാനുള്ള ക്രിസ്തുവിൻ്റെ ജീവിതം തുടരുകയാണ് ഈ ഭൂമിയിൽ. ഉത്ഥാനം ചെയ്ത കർത്താവ് ഇന്ന് അവൻ്റെ ആത്മാവ് നമ്മുടെ ഉള്ളിൽ വസിക്കുമ്പോൾ നമുക്കുണ്ടാകുന്ന സഹനങ്ങൾ, അനേക ആത്മാക്കളെ, ശുദ്ധീകരണ ആത്മാക്കൾ ഉൾപ്പെടെ അനേക ആത്മാക്കളെ നേടുന്ന സഭയിലുള്ള അനേക ആത്മാക്കൾ, വിജയസഭയും സഹനസഭയും സമരസഭയും. അപ്പം സഹനസഭയിലും സമരസഭയിലുള്ള ആത്മാക്കളെ നേടാനായിട്ട് ഇന്ന് ക്രിസ്തുവിൻ്റെ ആത്മാവ് നമ്മുടെ ഉള്ളിലുള്ളപ്പോൾ യേശുവിൻ്റെ സഹനം നമ്മിലൂടെ തുടരുന്നുണ്ട് ഇന്നും. ഇത് മനസ്സിലാക്കണം. എന്നാൽ ഒരു 99% തകർച്ചകൾ എന്ന് പറയുന്നത് യേശുവിൻ്റെ ആത്മാവ് ഇല്ലാത്തത് കൊണ്ടുണ്ട്. അതുകൊണ്ട് അതിവേഗം ഞാൻ അവരെൻ്റെ വാക്ക് കേട്ടിരുന്നെങ്കിൽ, എന്നെ അനുഗമിച്ചിരുന്നെങ്കിൽ, ഞാൻ അവരുടെ വൈരികളെ എന്ന് പറഞ്ഞാൽ സാത്താനെ അതിവേഗം കീഴ്പ്പെടുത്തുമായിരുന്നു. അവരുടെ ശത്രുക്കൾക്കെതിരെ സാത്താനെതിരെ എൻ്റെ കരം ഉയർത്തുമായിരുന്നു. കർത്താവിനെ വെറുക്കുന്നവർ, സാത്താനും അവൻ്റെ കൂട്ടരും അവിടുത്തെ കാൽക്കൽ വീഴുമായിരുന്നു. അവരുടെ ശിക്ഷ എന്നേക്കും നിലനിൽക്കുമായിരുന്നു. ഞാൻ മേൽത്തരം ഭൂമിയിലുള്ള ദൈവരാജ്യത്ത് നിൽക്കുമ്പോൾ നമുക്ക് ഈ ഭൂമിയിൽ നമ്മുടെ കാര്യങ്ങളും, ഞാൻ മേൽത്തരം ഗോതമ്പ് കൊണ്ട് നമ്മുടെ ഭൗതിക കാര്യങ്ങൾ, നമ്മുടെ മക്കളുടെ ഭാവിയും ജോലിയും സമ്പത്തും നമ്മുടെ ആരോഗ്യം, നമ്മുടെ മുകളിലുള്ള ഭാവിയൊക്കെ അതാണ് പറയുന്നത്. ഞാൻ മേൽത്തരം ഗോതമ്പ് കൊണ്ട് നിങ്ങളെ തീറ്റിപ്പോറ്റുമായിരുന്നു, പാറയിൽ നിന്നുള്ള തേൻ കൊണ്ട് നിങ്ങളെ സംതൃപ്തരാക്കുമായിരുന്നു, ഉന്നതമായൊരവസ്ഥയിൽ നിന്ന് നിങ്ങളെ ഉയർത്തുമായിരുന്നു. ഓ ദിവ്യകാരുണ്യമേ, ഭൂമിയിൽ ഇന്ന് ഞങ്ങളെ വിളിക്കുന്ന അദൃശ്യനായി അപ്പത്തിൻ്റെ രൂപത്തിൽ, വീഞ്ഞിൻ്റെ രൂപത്തിൽ, കുദാശയായി ഭൂമിയിൽ ഞങ്ങളെ വിളിച്ചുകൊണ്ട് ഞങ്ങളെ കാത്തിരിക്കുന്ന, ഇന്നും ഞങ്ങൾക്ക് വേണ്ടി ശൂന്യനായി ജീവിക്കുന്ന കുദാശയായി മാറിയ പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ നാഥനായ ഈശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഈശോ മിശിഹായുടെ
അതിദാരുണമായ പീഡാസഹനങ്ങളെ കുറിച്ച് പിതാവേ ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ.